നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകളുടെ പ്രത്യേക പരിശോധന. വിദേശ മദ്യവും പണവും പിടികൂടി. പരിശുദ്ധ റമളാനിൽ സ്നേഹവിരുന്നൊരുക്കി തിരൂരിലെ കലാസ്വാദകരുടെ ജനകീയ കൂട്ടായ്മ. തൃപ്രങ്ങോട് ALP സ്കൂളിൽ മധുര മലയാളം പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. SDPI പിന്തുണ. രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടം. കെ സുരേന്ദ്രൻ. NDA പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭയുടേത് ധിക്കാര നിലപാടെന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ വിവിധ സ്ക്വാഡുകൾ, പോലീസ്, എക്സൈസ് വിഭാഗങ്ങൾ നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിദേശ മദ്യവും രേഖകളില്ലാത്ത പണവും പിടികൂടി. എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ മഞ്ചേരി, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ നിന്നും 4 ലിറ്റർ വീതവും വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നിന്നും 8 ലിറ്ററും വിദേശമദ്യം പിടികൂടി. പ്രതികൾക്കെതിരെ എക്സൈസ് കേസെടുത്തു. പോലീസ് ഡാൻസ് ഓഫ് വിഭാഗം നടത്തിയ പരിശോധനയിൽ തിരൂരങ്ങാടി മണ്ഡലത്തിലെ 2 സ്ഥലങ്ങളിൽ നിന്നായി യഥാക്രമം 6,73,000 രൂപയും 22,50,000 രൂപയും പിടികൂടി. വെട്ടൻ ന്യൂസ്, തിരൂർ. തിരൂർ ആർട്സ് സൊസൈറ്റി പ്രതിമാസ പ്രോഗ്രാം കൈത്താങ് ചാരിറ്റി സേവനവും റംസാൻ, വിഷു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും പുടവ വിതരണവും ഇഫ്താർ സംഗമവും തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൈത്താങ് മലബാറിലെ പ്രമുഖ സംഗീത കുടുംബത്തിലെ അംഗം ബാബു റാവുവിന് ഗായകൻ ഫിറോസ് ബാബുവും നടനും നിർമ്മാതാവുമായ ഖാദർ തിരൂരിന് ചേർന്ന് നൽകി. ഏറെ മുന്നേറാനും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സർവ പിന്തുണയും ഉണ്ടാവാനും അത്തരത്തിലുള്ള കലാകാരന്മാരോട് കാണിക്കുന്ന വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ടാസിൻ്റെ എല്ലാ പരിപാടികളിലും എല്ലാ അർത്ഥത്തിലും ശരിക്ക് കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. തിരൂരിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ അതോടൊപ്പം ബഹുമാന്യരുമായ ആദരണീയരുമായ കലാകാരന്മാരാണ് ടാസിന്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും. നമുക്കൊക്കെ അറിയാം ആണെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഒരു നിറവ്യത്യാസത്തിന്റെ പേരിൽ അത് ഒരു ഉപജീവന മാർഗമായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. അവരെ കഴിഞ്ഞും എത്രയോ ഡോക്ടറേറ്റും ഡിഗ്രിയും കൂടുതലുള്ളവരാണ്. എന്നിട്ട് പോലും അവരെ അവഹേളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ശരിക്കും അതൊരു കലാകാരി അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അതാണ് കല എന്നിരിക്കെ. എന്ത് തന്നെ ആയാലും ശരി, എല്ലാ മതവിഭാഗങ്ങളും, നമ്മൾ പല ജാതി, പല മതത്തിൽപ്പെട്ടവർ, പല കാറ്റഗറി ഗോത്രവർഗക്കാരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരെല്ലാവരും തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വേറെ എവിടെയും നമ്മൾക്ക് കാണാൻ കഴിയില്ല. അതാണ് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന, മതേതര ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ന് ആ മതേതര ഇന്ത്യയിൽ ഒരംഗമായി ജീവിക്കാൻ കഴിയുന്നത്, ജനിച്ച് ഇവിടെ നിങ്ങളുടെ കൂടെ നമ്മളുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത്. ആ സാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വിഭാഗങ്ങളും പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഇവിടെ, ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും ഒക്കെ എല്ലാത്തിൻ്റെയും പൊരുൾ എന്ന് പറയുന്നത് പരസ്പര സഹകരണവും സ്നേഹവും കരുണയും സഹായവും തന്നെയാണ്. ഇപ്പോ നമ്മുടെ മെമ്പർഷിപ്പ് കഴിഞ്ഞ ദിവസം നടന്ന മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ പുതിയതായി ചേർക്കപ്പെട്ട കുറച്ച് മെമ്പേഴ്സ്, നമ്മളുടെ പുതിയ മെമ്പർമാരും കൂടെ ഇവിടെ ഈ വേദിയിലുണ്ട്. തിരൂർ ആർട്ട് സൊസൈറ്റി റംസാൻ വിഷു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും പുടവ വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. മണി ഗേപ്പി ആലത്തിയൂരിലെ ഭക്ഷ്യധാന്യ കിറ്റും പുടവയും ടാസ് ഭാരവാഹികൾ വിതരണം ചെയ്തു. ഇഫ്താർ സംഗമത്തിൽ ടാസ് അംഗങ്ങളും നിരവധി കലാകാരന്മാരും പങ്കെടുത്തു. ചടങ്ങിന് സെക്രട്ടറി സൂരജ് ഭാസുര, പ്രസിഡന്റ് ബഷീർ പുത്തൻവീട്ടിൽ, ഖജാൻജി രമേശ്, സി ജയരാജ് കെ, സേൽറ്റർ തിരൂർ, സത്യാനന്ദൻ VV, സൈനുദ്ദീൻ EK, സുനിൽ സബ്ക ഷാഫി, അനിൽ കോവിലകം, അഡ്വക്കേറ്റ് സബീന, ഈശ്വർ തിരൂർ, ബദറുദ്ദീൻ PT, അശോകൻ വയ്യാട്ട്, വിനോദ് തലപ്പള്ളി, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട്, ഹനീഫ, അല്ലി പറവന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. തൃപ്രങ്ങോട് AMLP സ്കൂൾ ആലത്തിയൂർ കവിയും ചിത്രകാരനുമായ വിനോദ് ആലത്തിയൂർ കുട്ടികൾക്കായി SSK നൽകിയ കഥാപുസ്തകം രക്ഷിതാക്കൾക്ക് നൽകിക്കൊണ്ട് മലയാള മധുരം പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പുസ്തകം വായിക്കുന്നതിനൊക്കെയുള്ള കാരണം വേറെ പണിയില്ല എന്നുള്ളതാണ്, വേറെ ഏർപ്പാടില്ല എന്നുള്ളതാണ്. ഒരു മിനിറ്റ് കളിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും അതിലെല്ലാവർക്കും സമയം കിട്ടും. ആ സമയത്തായിരുന്നു ചിത്രം വരച്ചിരുന്നത്. ആ സമയം പെണ്ണോട്ട് നോക്കി അവധിക്കാലത്ത് കളിച്ചുല്ലസിക്കുമ്പോൾ തന്നെ അല്പസമയം വായനയ്ക്കായി കണ്ടെത്തുക വഴി കുട്ടികൾക്ക് അവർ നേടിയ ഭാഷാശേഷികളുടെ തുടർച്ച നിലനിർത്തുവാനും അധിക വായനയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനായി SSK ലഭ്യമാക്കിയ കഥാപുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളുമാണ് കുട്ടികൾക്ക് നൽകുന്നത്. പ്രധാന അധ്യാപകൻ ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് MK നാസർ അധ്യക്ഷത വഹിച്ചു. ലുക്മാനുൽ ഹക്കീം മാസ്റ്റർ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സപ്ന ടീച്ചർ, സെറീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. 1 മുതൽ 4 വരെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. വെട്ടന്യൂസ് തൃപ്രങ്ങോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI UDFിനെ പിന്തുണ പ്രഖ്യാപിച്ചതിനെപ്പറ്റി രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇതോടെ SDPI നിലപാട് UDF അംഗീകരിച്ചുവെന്ന് വ്യക്തമാണ്. രാജ്യത്തിന് വിനാശമായ നിലപാടാണിതെന്നും വണ്ടൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു MP എന്ന നിലയിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്നും വയനാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. വയനാട്ടുകാർക്ക് അദ്ദേഹത്തിനെ കാണാൻ പോലും സാധിച്ചില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലത്തെ കുറിച്ചാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 5 കൊല്ലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം തീർച്ചയായിട്ടും അവിടെ വിലയിരുത്തപ്പെടും. അത് ഞങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു MP എന്നുള്ള നിലയിൽ ഒരു ഫ്ലോപ്പ് MP ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം വയനാട്ടിൽ വരുന്നില്ല, നോമിനേഷൻ കൊടുക്കാൻ വരുന്നു, പിന്നെ മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ ചില പരിപാടിക്ക് വരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ചുരം കയറുന്നു. അദ്ദേഹം കോവിഡ് കാലത്ത് വയനാട്ടിൽ വന്നില്ല, അദ്ദേഹം പ്രളയം ഉണ്ടായപ്പോൾ വയനാട്ടിൽ വന്നില്ല, അദ്ദേഹം കാട്ടാനയുടെ ശല്യം ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയെയും ഇന്നേ വരെ കണ്ടിട്ടില്ല. അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളുടെ കണക്കെടുത്താൽ വയനാടിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. വയനാട് വലിയ ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ സ്നേഹിച്ചു, അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും നൽകി. എന്നാൽ വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്നുള്ളതാണ് സത്യം. അത് ഞങ്ങൾ ജനങ്ങളുമായിട്ട്, ജനങ്ങൾ അത് പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു MP യുടെ അസാന്നിധ്യം
കഴിഞ്ഞ 5 വർഷവും ബുദ്ധിമുട്ടുണ്ടാക്കി. CAA വിഷയത്തിൽ ആദ്യകാലത്തുണ്ടായ പ്രതിഷേധം ഇപ്പോൾ ഇല്ലാത്തത് മുസ്ലിം സമുദായത്തിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്. മതന്യൂനപക്ഷങ്ങൾ വെറും വോട്ട് ബാങ്കല്ലെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വെട്ടൻ ന്യൂസ്, മലപ്പുറം. NDA പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി മലപ്പുറം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് പത്രിക നൽകിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, BJP സംസ്ഥാന കൌൺസിൽ അംഗം നിർമ്മല കുട്ടികൃഷ്ണൻ, BJP ലീഗൽ സെൽ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് MK ജയശങ്കർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ് കുറ്റിയിൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വെട്ടൻ ന്യൂസ്, പൊന്നാനി. തിരൂരിലെ നഗരസഭാ കെട്ടിടങ്ങളിൽ ഏകപക്ഷീയവും അന്യായവുമായി വർദ്ധിപ്പിച്ച വൻ വാടക വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ, പ്രതിപക്ഷ നേതാവ്, സെക്രട്ടറി എന്നിവർക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നിവേദനം നൽകി. വാടക കുടിയന്മാരായിട്ടുള്ള വ്യാപാരികൾക്ക് അന്യായമായി 10% വാടക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ ഷോപ്പുകളുടെ അനുദിനമുള്ള വരവും വ്യാപാരമാന്ദ്യവും ചെറുകിട മേഖലയെ തളർത്തുന്ന ഈ വർധനവ് അനവസരത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം വ്യാപാര വ്യവസായ മേഖലയിൽ അനുദിനം ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരുപാട് വലിയ മാളുകൾ തിരൂരിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുകിട വ്യാപാരികൾക്ക് ഈ കോർപ്പറേറ്റുകളുമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നഗരസഭയുടെ ഇരുക്കടി. അതുകൊണ്ട് തന്നെ നഗരസഭ അടിയന്തരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള നഗരസഭാ കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് വർദ്ധിപ്പിച്ചുള്ള വാടക അടിയന്തരമായി പിൻവലിച്ച് വ്യാപാരികളോട് കരുണ കാണിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഈ വർധനവ് പുനഃപരിശോധിച്ച് പിൻവലിക്കണമെന്ന നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വെട്ടൻ ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.